സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് നിർണായകമായ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു. രാജ്യത്തെ തെരുവ് നായ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഇടക്കാല ഉത്തരവാണ് ശ്രദ്ധേയമാവുന്നത്. ദേശീയപാത അടക്കമുള്ള റോഡുകളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും ഇവയെ നിരീക്ഷിക്കുന്നതിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. 8 ആഴ്ചയ്ക്കുള്ളിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കി അതിന്റെ പുരോഗതി അറിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. രാജ്യത്ത് തെരുവുനായ ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. ദേശീയപാതയടക്കം റോഡുകളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശം നൽകി. പിടികൂടുന്ന നായ്ക്കളുടെ വന്ധ്യംകരണത്തിന് ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്നുവിടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയെ അറിയിക്കണം. കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സർക്കാരുകളും ദേശീയപാത അതോറിറ്റിയും നടപടി സ്വീകരിക്കണം. ഇതിനായി മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം. സർക്കാർ ഓഫീസുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിലെല്ലാം തെരുവ് നായ്ക്കളെ നീക്കാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടിയുണ്ടാവണം. ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന വേണം. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധ്യംകരിക്കണം. ഇതിനായുള്ള നടപടികൾ കോർപ്പറേഷനുകൾ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കം ചെയ്ത നടപടിയിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ പുരോഗതി അറിയിക്കാനും ചീഫ് സെക്രട്ടറിമാരോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരള സർവകലാശാലയിൽ ജാതി അധിക്ഷേപമെന്ന പരാതി ഡീനിനെതിരെ പോലീസിൽ വിദ്യാർത്ഥി പരാതി നൽകി. ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയനാണ് കഴക്കൂട്ടം ACPക്ക് പരാതി നൽകിയത്. നിരന്തരമായി വിവേചനം നേരിട്ടുവെന്നും ഗവേഷണ ബിരുദം നൽകരുതെന്നാവശ്യപ്പെട്ടത് തന്റെ സമുദായത്തോടുള്ള സ്പർദ്ധ മൂലമാണെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം അധ്യാപികയുടെ ജാതി അധിക്ഷേപം അപലപനീയമാണെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ ദിവസങ്ങൾക്ക് മുൻപാണ് തനിക്ക് നേരിട്ട ജാതി അധിക്ഷേപത്തെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ഇപ്പോൾ വിഷയത്തിൽ വിപിൻ വിജയൻ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഭാഷാ വിഭാഗം ഡീനായിട്ടുള്ള ഡോക്ടർ വിജയകുമാരിക്കെതിരെയാണ് ഇത്തരത്തിൽ പ്രസ്തുത പരാതി നൽകിയിട്ടുള്ളത്. കഴക്കൂട്ടം ACPക്കാണ് ഇപ്പോൾ നിലവിൽ വിപിൻ വിജയൻ പരാതി സമർപ്പിച്ചത്. അതായത് ഈ പരാതിയിൽ പറയുന്നത് തനിക്ക് സമാനതകളില്ലാത്ത ജാതി അധിക്ഷേപമാണ് നേടേണ്ടി വന്നത്. നിരന്തരം ഇത്തരത്തിൽ തൻ്റെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തൻ്റെ സമുദായത്തോട് സ്പർദ്ധ കാരണമാണ് ഈ അധ്യാപിക തനിക്ക് ഈ ബിരുദം തനിക്ക് ഈ PhD അനുവദിക്കരുത് എന്നുള്ള പേരിൽ കത്ത് നൽകിയത് എന്നും ഈ ആരോപണത്തിൽ ഈ പരാതിയിൽ പറയുന്നുണ്ട്. വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആർ ബിന്ദു വിഷയത്തെ അപലപിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. അതായത് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായത്. പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള എല്ലാ സൗകര്യവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നത്. മാന്യതയും പക്വതയും അതുപോലെ തന്നെ അന്തസ്സും അധ്യാപകർ പാലിക്കണം. വിഷയത്തിൽ സർക്കാർ തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ ഈ വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് പൂർണ്ണ പിന്തുണയും മന്ത്രി ആർ ബിന്ദു നൽകുന്നുണ്ട്. എക്സ്പെർട്ടുകൾ പങ്കെടുക്കുന്ന വേദിയിൽ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത് അത് വിജയകരമായി പൂർത്തീകരിച്ച ഒരു വിദ്യാർത്ഥിക്ക് ആ ഭാഷ അറിയില്ല എന്ന് ആ കുട്ടിയുടെ MPhil ഡിസർട്ടേഷൻ സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെ പറയുന്നത് വളരെ അപലപനീയമായ കാര്യമാണ്. അതൊക്കെ തന്നെ സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ കാണുകയാണ്. വിപിൻ വിജയന് സംസ്കൃതം അറിയില്ല എന്നുള്ള പേരിലാണ് ഇയാൾക്ക് PhD അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട് VCക്ക് ഈ ഡീൻ ഡോക്ടർ വിജയകുമാരി കത്ത് നൽകിയത്. ഈ വിഷയത്തിൽ തനിക്ക് നേരിട്ട ജാതി അധിക്ഷേപത്തെപ്പറ്റി വളരെ വിശദമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ദിവസങ്ങൾക്ക് മുൻപ് വിപിൻ വിജയൻ പങ്കുവച്ചത്. താൻ പഠിച്ച ബിരുദങ്ങളെല്ലാം ഒന്നുമല്ലാതായി മാറിയ ഒരു അനുഭവമാണ് തനിക്കുണ്ടായത്. ഇത് തൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു മുറിവായി അനുഭവപ്പെട്ടുവെന്നും വിപിൻ വിജയൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിപിൻ വിജയന് MA അതുപോലെ തന്നെ B.Ed, M.Ed, M.Phil തുടങ്ങിയ ബിരുദങ്ങളെല്ലാം സംസ്കൃതത്തിൽ തന്നെ ഉള്ളതാണ്. ഈ വിപിൻ വിജയൻ്റെ സംസ്കൃതത്തിലുള്ള M.Phil-ലുള്ള പ്രബന്ധത്തിന് അംഗീകാരം നൽകിയത് ഇതേ ഡോക്ടർ വിജയകുമാരിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതേ വിജയകുമാരി തന്നെയാണ് PhD-ക്ക് വേണ്ടി പ്രബന്ധം സമർപ്പിച്ചപ്പോൾ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ സർവകലാശാല VC-യും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കണം. കായംകുളം, അരൂർ, കുട്ടനാട് സീറ്റുകളിൽ CPM മത്സരിക്കണം. ആലപ്പുഴ ജില്ലയിൽ ഈഴവരെ ഒറ്റ സീറ്റിൽ ഒതുക്കുന്നത് ശരിയല്ല. കുട്ടനാട് NCPക്ക് തുടർന്ന് നൽകുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. കുട്ടനാട്ടിൽ NCP എന്ന സാധനമേ ഇല്ല. അരൂർ ഈഴവ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ്. ലത്തീൻ വിഭാഗത്തിന് സീറ്റ് നൽകണമെങ്കിൽ എറണാകുളം ജില്ലയിൽ നൽകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ അരൂരും കുട്ടനാടും അത് ഈഴവ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഈഴവ സമുദായത്തിന് സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തിനുണ്ട്. അവർക്ക് ആ സീറ്റ് കൊടുക്കണം. കാരണം സമുദായത്തിൽ നിന്ന് ഒരൊറ്റ സീറ്റേ എന്നുള്ളൂ ഇവിടെ, കായംകുളം മാത്രം. ആലപ്പുഴ ജില്ലയിൽ സമുദായത്തിന് ഒരുപാട് നേതാക്കന്മാരും അണികളുമുള്ള ഈ ജില്ലയിൽ സമുദായത്തിന് ഒറ്റ സീറ്റിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ്. കുട്ടനാട് NCPക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആദ്യം ഒരാൾക്ക് കൊടുത്തു ഓട്ടെ, പക്ഷെ തുടർന്ന് അവർക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാം. അവർക്ക് കൊടുക്കുക എന്ത് ന്യായം? ഒരുപാട് ഔദാര്യം, പ്രത്യേകിച്ചും പിണറായി ഗവൺമെൻറ്റിൽ ഘടകകക്ഷികളോട് ഇത്തരം ഔദാര്യം കാണിക്കുന്ന ഒരു സമീപനം വേറെ ഒരു ഗവൺമെൻറ് കാണിച്ചിട്ടില്ല. കാരണം ഒരു MLA ആയാൽ അവന് മന്ത്രി, എല്ലാവർക്കും വേണ്ടത്ര പരിഗണനയും പരീക്ഷയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വരുന്നു, ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനങ്ങളും എല്ലാം കൊടുക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾക്കുള്ളതിനാണ് എടുത്തു കൊടുക്കുന്നത്. NCP എന്നൊരു സാധനം കുട്ടനാട്ടിലില്ല. പങ്കിട്ടപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ എന്തിന് കുട്ടനാട്ടിൽ കൊടുത്ത്? ഈ സമുദായത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശമാണ്. അവിടുത്തെ സീറ്റ് സമുദായത്തിന് കൊടുക്കണം. അതുകൊണ്ട് അരൂരത്തത് CPM ഏറ്റെടുക്കണം. അവിടെ CPM ഏറ്റെടുത്ത് സമുദായത്തിന് കൊടുക്കണം. കുട്ടനാട് സീറ്റും അരൂർ സീറ്റും. UDF-ൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത KC വേണുഗോപാലിനാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18നോട് സംസാരിക്കവേ പറഞ്ഞു. ഏറെക്കാലമായി വേണുഗോപാലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന വെള്ളാപ്പള്ളിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരാമർശം എന്നതാണ് ശ്രദ്ധേയം. അനുയായികൾ ഇപ്പോൾ ഉള്ളത് വേണുഗോപാലിനൊപ്പമാണ്. ഒരു മലയാളി കോൺഗ്രസിലെ രണ്ടാമത്തെ ആളായി വളർന്നതിൽ സന്തോഷമുണ്ട്. തർക്കമുണ്ടെങ്കിലും വേണുഗോപാലിന്റെ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ അനുയായിയുള്ളത് വേണുഗോപാലിനാണ്. പുള്ളി ഡൽഹിയിലാണ്. പുള്ളി ഇവിടെ ഇഷ്ടംപോലെ അനുയായികളെ പ്രസൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്.